ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കവയുടെ മറ്റു ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ്. കവ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കൊണ്ട് തന്നെ കവയുടെ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകാം എന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു ഞങ്ങളുടെ യാത്ര. സോ അങ്ങനെ പേരറിയാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പുൽമേടുകളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം പശ്ചിമഘട്ട മലനിരകളെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയും പിന്നെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ നിറവും അതുപോലെ തന്നെ വൈറ്റ് ആയിട്ടും അങ്ങനെ ടോട്ടലി അടിപൊളിയാണ്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടൻ കാറ്റ് തന്നെയാട്ടോ. നല്ല ശക്തമായിട്ടുള്ളൊരു കാറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ടോട്ടലി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുകയാണ്. സോ അപ്പോൾ ഇതൊരു പുൽമേടുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ കന്നുകാലികളൊക്കെ മേഞ്ഞു നടക്കുന്ന സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇത് മേച്ചിൽപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. സോ അപ്പോൾ നിങ്ങൾ കവ വ്യൂ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. കൂടുതൽ ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഐ മീൻ പ്ലാസ്റ്റിക് കവേഴ്സുകൾ, ബോട്ടിൽസ്, മറ്റു ഫുഡ് ഐറ്റംസിൻ്റെ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ശബ്ദം, ആൾക്കൂട്ടം, തിരക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ കൂളായിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഇങ്ങോട്ട് വരാവുന്നതാണ്. സോ അപ്പോൾ ഇതുവഴി നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ എൻവയോൺമെന്റിനെ പൊല്യൂഷൻ ആക്കുന്ന ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇടരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ്. കാരണം ഈ ഒരു പ്രകൃതി ഭംഗി എന്നും ഇവിടെ ഇങ്ങനെ നിലകൊള്ളട്ടെ. നമ്മുടെ ഭാവി ആ തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതില്ലേ. അതിനോടൊപ്പം തന്നെ ഈ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാലോ. സോ അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിതാ പിന്നെ വന്നിരിക്കുന്ന ഒരു തുരുത്ത് പോലെയുള്ള പ്രദേശമാണ് കേട്ടോ. ചുറ്റും പുൽമേടുകളും പിന്നെ ചെറിയ ഒരു വാട്ടർ സോഴ്സിൻ്റെ ചെറിയൊരു ലൈക്ക് നമുക്ക് തടാകം പോലെ കാണാൻ പറ്റും. അത് തടാകമല്ല, അത് റിവറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെയോ ഒരു ഭാഗമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് അത് കാണാൻ നമുക്കൊരു ലൈക്ക് പോലെ ഒരു തടാകം പോലെയാണ് തോന്നുന്നത്. സോ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് സ്ഥലം കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഇരുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട് ഇതാ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ അനുഭവിക്കണം, അപ്പോഴേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കൂ. എൻ്റെ ഫോണിന് അത്രയും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കറക്റ്റ് നമുക്കത് അങ്ങോട്ട് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ജമ്മു കാശ്മീർ കേരളത്തിലേക്ക് വന്നതുപോലെയാണ്. ആകാശത്ത് കാണുന്ന മേഘക്കൂട്ടങ്ങൾ ഒരു സ്നോ പോലെ നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ടോട്ടലി കാണുമ്പോൾ നമുക്കൊരു ജമ്മു കാശ്മീർ ഫീൽ തോന്നും കേട്ടോ. സോ ടോട്ടലി അടിപൊളി തന്നെയാണ്. അങ്ങനെ ഇതാ കുഞ്ഞു സ്ട്രീം ഇവിടെ ഒഴുകുന്നുണ്ട്, കാട്ടരുവികളൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഡേഞ്ചറാണ്. കുറച്ച് ഫോഴ്സ് കൂടിയിട്ടാണ് ആ ഒരു സ്ട്രീം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ആകാശ കാഴ്ചയും അതുപോലെ തന്നെ പുൽമേടുകളും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും കന്നുകാലികൾ മേയുന്ന ഈ മേച്ചിൽപ്പുറം എല്ലാം കൂടി അടിപൊളിയായിട്ട് നമ്മുടെ പാലക്കാടിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാം.